ഈ രണ്ട് പദ്ധതികളും പ്രായോഗികമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിശദമായ പഠനം നടത്തിയുള്ള ഒരു പദ്ധതിയുമല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പദ്ധതികളും UDF ഗവൺമെന്റ് അധികാരത്തിൽ ഈ രണ്ട് പദ്ധതികളും ഒരു കാരണവശാലും നടപ്പാക്കാൻ കഴിയും. അതുകൊണ്ട് UDFിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ഹൈ സ്പീഡ് റെയിൽവേ ലൈനെ സംബന്ധിച്ച് UDFിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഇതിന് ബദലായ ഒരു ലൈൻ, ഹൈ സ്പീഡ് ലൈൻ, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരു ഹൈ സ്പീഡ് ലൈനിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് എല്ലാ വിദഗ്ധന്മാരുമായും ചർച്ച ചെയ്ത് ഞങ്ങളൊരു ബദൽ ലൈനുമായിട്ട് മുന്നോട്ട് പോകും. എന്ത് തരത്തിലുള്ളതായിരിക്കും? പ്രകൃതി സൗഹാർദ്ദമായിരിക്കും? അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. പ്രകൃതി സൗഹാർദ്ദമായിരിക്കും. പരമാവധി ആളുകളെ കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയായിരിക്കും UDF വിഭാവന ചെയ്യുന്നത്. ഇപ്പോൾ ഈ ശ്രീധരൻ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയൊക്കെ കളിക്കുകയാണ്. കാരണം പുള്ളിയെ പ്രഖ്യാപിക്കുന്നു, പുള്ളിയെ ഓഫീസ് തുറക്കുന്നു, അങ്ങനെ പുള്ളി അതിൻ്റെ നീക്കമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹം സൂപ്പർ മുഖ്യമന്ത്രിയാണോ എന്നൊന്നും ഞങ്ങൾക്ക് ആക്ഷേപമോ അങ്ങനെ അഭിപ്രായമില്ല. പക്ഷേ ഈ ശ്രീധരൻ ഇപ്പോൾ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പ്രഖ്യാപിച്ചതിൽ ദുരൂഹതയുണ്ട്. അതിൻ്റെ പിന്നിൽ BJP ആണോ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ശ്രീധരനെ ഉപയോഗിച്ച് BJP നടത്തുന്നൊരു നാടകമാണോ എന്നൊരു സംശയമുണ്ട്. ഈ DMRC എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഒരു ഓഫീസ് ഈ ശ്രീധരൻ്റെ വീടിൻ്റെ അപ്പുറത്ത് തുറക്കുകയാണ്. അപ്പോൾ അത് ആരെങ്കിലും അറിയാണ്ട് അങ്ങനെ ഒരു ഓഫീസൊക്കെ തുറക്കാൻ പറ്റുമോ? ഈ ശ്രീധരൻ ഇപ്പോൾ DMRCയിൽ ഇല്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ DMRCയിൽ ഇല്ല. പിന്നെ അങ്ങനെയാണ് അദ്ദേഹം DMRCയുടെ ഓഫീസ് തുറക്കും. അത് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയത്തില്ല. അദ്ദേഹം വീണ്ടും DMRCയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ, വീണ്ടും DMRCയിൽ അദ്ദേഹം ചുമതല ഏറ്റെടുത്തിനോ, നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. KV തോമസ് മുമ്പ് പറഞ്ഞത് ഇത് നമുക്ക് ഈ പദ്ധതിയെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേരളത്തിൽ റെയിൽവേയുടെ ചുമതലയുള്ള അബ്ദുറഹ്മാൻ എന്ന ഈ വിഷയം അറിഞ്ഞിട്ടില്ല. അപ്പോൾ എവിടേക്ക് എന്തൊക്കെയോ ഈ ഒരു PM ശ്രീ മോഡൽ ഈ പരിപാടിയിൽ എവിടെയോ നടക്കുന്നുണ്ടോ? അല്ല, ഇതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ വ്യത്യസ്തമായ അഭിപ്രായം തന്നെ വന്നിരിക്കുകയാണ്. ഗവൺമെൻറ് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു പദ്ധതി ശ്രീധരൻ്റെ സ്വന്തം പദ്ധതിയാണെന്ന് പറയുന്നു. അപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവുമില്ല. അതുകൊണ്ട് ശ്രീധരൻ ഗവൺമെൻറ്റുമായി ആലോചിച്ചില്ല എന്നൊക്കെ കുറിച്ച് വല്ലാത്ത ദുരൂഹത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടിൽ വലിയ ദുരൂഹത ഉണ്ട് കാര്യത്തിൽ. അതെ, തീർച്ചയായിട്ടും രണ്ടു കൂട്ടരും പ്രഖ്യാപിച്ച ഈ ഹൈ സ്പീഡ് റെയിൽവേ ലൈനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്.